കോഴിക്കോട് കക്കോടിയിൽ വീടിന്റെ മതിലിടിഞ്ഞു വീണ് ഒരാൾക്ക് ഗുരുതര പരിക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെ സമീപത്തെ മതിലിടിഞ്ഞു വീഴുകയായിരുന്നു. എം.എസ്. അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്താണ് സംഭവിച്ചത്? സജിത്ത്, കോഴിക്കോട് കക്കോടി കോട്ടുവാടം റോഡിൽ ശശീന്ദ്ര ബാങ്കിന് സമീപമാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിനോട് ചേർന്നായിരുന്നു മതിൽ നിർമ്മാണം നടത്തിയിരുന്നത്. അതിഥി തൊഴിലാളിയായ യുവാവാണ് ഈ ജോലിയിൽ ഏർപ്പെടുകയും ചെയ്തത്. ഈ വീടിൻ്റെ പണി അല്ലെങ്കിൽ ഈ മതിലിൻ്റെ പണി നടക്കുമ്പോൾ തൊട്ട് മറുവശത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഏതാനും മീറ്ററുകൾക്ക് അടുത്ത് തന്നെ അയൽവാസിയുടെ മതിൽ ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. ആ മതിലാണ് ഈ നിർമ്മാണത്തിലിരിക്കുന്ന മതിലിലേക്ക് ഇടിഞ്ഞു വീണത്. എന്തായാലും ഇയാൾ ഈ കെട്ടിടാവശിഷ്ടങ്ങളിൽ അല്ലെങ്കിൽ മതിലിൻ്റെ അവശിഷ്ടങ്ങളിൽ പെട്ട് കുറച്ചു നേരം കിടന്നു. ഇതിനുശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെള്ളിമാടുകുന്നിൽ നിന്നും ഈ സ്ഥലത്തേക്ക് എത്തുകയും കുറച്ചു നേരം പണിയെടുത്ത ശേഷമാണ് ഈ കല്ലും മറ്റും അവശിഷ്ടങ്ങളുമൊക്കെ മാറ്റി ഈ അതിഥി തൊഴിലാളിയെ പുറത്തേക്കെടുത്തത്. ഇയാളുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ചലനം ഉണ്ടായിരുന്നില്ല എന്നും പറയുന്നു. എന്തായാലും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം അല്പസമയത്തിനും ഉണ്ടാവും. ആളെ എന്തായാലും പുറത്തെടുത്തു എന്നതാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്ന വിവരം. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും മതിലിടിഞ്ഞു വീണ് അപകടമുണ്ടായി ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നതാണ്. കോഴിക്കോട് കക്കോടിയിലാണ് വീടിന്റെ മതിലിടിഞ്ഞു വീണ് ഒരാൾക്ക് ഗുരുതര പരിക്ക് പറ്റിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയാണ് സമീപത്തെ മതിലിടിഞ്ഞ് വീണത്. അനീഷ്, അവിടെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടുണ്ടോ? മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? ഇയാളുടെ പരിക്ക് സംബന്ധിച്ച് മറ്റ് വിശദാംശങ്ങളെങ്കിലും ലഭ്യമാവുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടുണ്ട്. ഈ മതിലിടിഞ്ഞുവിടെ ഏതാണ്ട് 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിരുന്നു. ഇതിനുശേഷം ഈ മണ്ണിനടിയിൽ അല്ലെങ്കിൽ ഈ കല്ലും മറ്റും ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടന്ന ഇദ്ദേഹത്തെ കുറച്ച് സമയം എടുത്താണ് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. എന്തായാലും പൂർണ്ണമായും അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നു. മറ്റു തൊഴിലാളികൾ ആരും ഈ മതിലിടിഞ്ഞു വീണതിൽ പെട്ടിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജീവന് ഒരു ആപത്തുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ ആശുപത്രി അധികൃതരുടെ ഔദ്യോഗിക സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വേണം. രക്ഷാപ്രവർത്തകരും മറ്റും പറയുന്നത് ഈ പുറത്തെടുത്തപ്പോഴേക്കും ചലനമില്ലാതെ അവസ്ഥയിലായി എന്നാണ്. പക്ഷേ ഒരു സ്ഥിരീകരണമാണ് ഇനി വരേണ്ടത്. മറ്റ് ആരും അപകടത്തിൽ പെട്ടിട്ടില്ല. രക്ഷാപ്രവർത്തനം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞിട്ടുമുണ്ട്. സജിത്ത്, രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആളെ അവിടുന്ന് മാറ്റിയിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. വീടിൻ്റെ മതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കക്കോടിയിൽ വീടിൻ്റെ മതിലിടിഞ്ഞ് വീണാണ് അപകടമുണ്ടായത്.